സതീഷേട്ടൻ റെഡി ആയിക്കൊണ്ടിരിക്കുക. രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടതെന്ന് ചോദിച്ചപ്പോ അവർ രണ്ടുപേരും കൂടെ പുറത്തൊന്നും കഴിച്ചോളാന്ന്. സത്യഭാമയ്ക്ക് രാവിലെ കഴിക്കാൻ എന്താ ഉണ്ടാക്കേണ്ടത്? അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട, എന്തായാലും കുഴപ്പമില്ല. ഇവിടുത്തെ കാര്യങ്ങളും അങ്ങനെ തന്നെ. പുള്ളിക്കാരന് ഒരു നിർബന്ധമില്ല. ഞാൻ എന്തുണ്ടാക്കിയാലും അത് മതി എന്ന് പറയും. ജോലിക്കാരി ഉണ്ടായിരുന്നതാ, അവക്കൊരു വസ്തു ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ അവളെ അങ്ങ് പറഞ്ഞു വിട്ടു. സത്യഭാമയുടെ വീട്ടിലെ സെർവന്റ് ഇല്ലേ? ഇല്ല, ഒക്കെ ഞാൻ തന്നെ ചെയ്യുന്നത്. മോഹനേട്ടന് ഈ ജോലിക്കാരൻ നിർത്തുന്നൊന്നും ഇഷ്ടമല്ല. കൂട്ടുകാരൻ മോൻ റെഡിയായി നിൽക്കുന്നു. ഇതുവരെ ഒരിക്കൽ കഴിഞ്ഞില്ലേ? ഞാൻ താമസിച്ചിട്ടില്ല. കൃത്യം 8:30 ഇവിടുന്ന് പുറപ്പെടാമെന്നാണ് സതീശൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോ 8:25 ഉള്ളൂ. രണ്ടുപേരും കൂടി പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാനാണ് പരിപാടി എന്ന് കേട്ടല്ലോ. എന്ത് പറ്റി? മോഹനേട്ടൻ ഹോട്ടലിലൊക്കെ കയറി ആഹാരം കഴിക്കോ? കാശ് ഒരുപാട് ചെലവാകില്ലേ? സതീശൻ നിർബന്ധിച്ചു. അവന്റെ പരിചയത്തിലുള്ള ഏതൊരു ഹോട്ടലുണ്ടെന്ന്, അതുകൊണ്ട് സമ്മതിച്ചതാ. മോഹനേട്ടാ, നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് മോഹനേട്ടന്റെ ആവശ്യത്തിനല്ലേ? ശരിക്കും ഹോട്ടലിൽ മുറിയെടുത്ത് താമസിക്കേണ്ടി വരുമായിരുന്നേ. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കാശ് എത്ര ചെലവാകുന്ന മോഹനേട്ടനെ അറിയാലോ. അതിന്റെ ഒന്നും ആവശ്യം വന്നില്ല. ഇവിടെ ഇപ്പൊ അവര് നമുക്ക് 3 നേരം ഭക്ഷണം തരുന്നുണ്ട്. ഇനി ഹോട്ടലിൽ പോയി കഴിക്കുമ്പോ അതിന്റെ കാശെങ്കിലും സതീഷിനെ കൊണ്ട് കൊടുപ്പിക്കരുത്. മോഹനേട്ടന്റെ പിശുക്ക് എനിക്ക് ശരിക്കും അറിയാവുന്നോണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഭയങ്കര പിശുക്കനാണെന്ന് നീ പറയുന്നല്ലേ? സത്യത്തിൽ അങ്ങനെ ഒന്നുമില്ല. അതെ, സതീഷനാണ്. എന്തൊക്കെയുണ്ട് സാറേ വിശേഷങ്ങൾ? വിളിച്ചിരുന്നോ? ഞാൻ സ്ഥലത്തില്ലായിരുന്നു. ശരി സാർ, പറ്റിയാ ഞാൻ ഇന്ന് അതുവഴി വരാം. ഓക്കെ സാർ. സതീഷ് എപ്പോഴാ തിരിച്ചു വരുന്നേ? അയ്യോ, എന്റെ സുഷമയെ മറ്റുള്ളവരുള്ളപ്പോ പേര് വിളിക്കില്ലേ ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതല്ലേ. ഞാൻ മാത്രമുള്ളപ്പോ നീ എന്നെ എന്തു വേണേലും വിളിച്ചോ, അതിൽ എനിക്ക് ഒരു പരാതിയില്ല. നിന്റെ ഈ വിളി മോഹനകൃഷ്ണൻ അങ്ങനെ കേട്ടാലേ അവൻ അറ്റാക്ക് വരും. വിളിച്ച് ശീലിച്ചല്ലേ സതീഷ വിളിക്കാൻ പറ്റൂ. ഹോ, ഈ മോഹനകൃഷ്ണനെ പോലൊരു മനുഷ്യനെ സത്യഭാമ എങ്ങനെ സഹിക്കുന്നോ എന്തോ. കല്യാണം കഴിഞ്ഞതൊരു ഒരു ടൂർ പോലും പോയിട്ടില്ലെന്ന്. എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ? അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ. നമ്മള് നമുക്ക് ഇഷ്ടമുള്ള ആഘോഷത്തോടെ ജീവിക്കുന്നു, അവരവരുടെ രീതിയിൽ ജീവിക്കുന്നു. സെക്രട്ടേറിയറ്റ് വരെ ഞാൻ കൂടെ വരാം. അത് കഴിഞ്ഞ് എനിക്ക് 1-2 അടുത്ത് പോകാനുണ്ട്. അപ്പോ നീ ആഫീസിൽ പോകുന്നില്ലേ? നീ വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ ലീവ് എടുത്തില്ലേ. ലീവ് എടുക്കുകയോ? എന്തിന്? അങ്ങനെയല്ലേ വേണ്ടത്. എനിക്കത് കിട്ടണം. പൈസ തരില്ല എന്ന് പറഞ്ഞില്ലല്ലോ. ബാങ്കിൽ നിന്ന് ലോൺ ചോദിച്ചിട്ടുണ്ട്. അത് കിട്ടിയ അപ്പൊ തന്നെ സതീശൻ തരും. ഇതാരോടാ സുഷമ ഈ പറയുന്നത്? ബാങ്കിൽ നിന്ന് ലോൺ എടുത്തല്ലേ വീട് വാങ്ങിയത്. കഴിഞ്ഞ 4 മാസമായി തിരിച്ചടവ് മുടങ്ങിയതാണ് മാനേജർ പറഞ്ഞത്. പിന്നെ ഏത് ബാങ്കാണ് നിങ്ങൾക്ക് ലോൺ തരുന്നത്? ഒരു കാർ ഉണ്ടായിരുന്നത് CC കാരൻ പിടിച്ചോണ്ട് പോയി. അല്ലെങ്കിൽ അതെങ്കിലും എടുത്തോണ്ട് പോയായിരുന്നു. അല്ല, ഗോപിതന് അതൊക്കെ അറിയുന്നത്. ഞങ്ങളുടെ കാർ ആരെങ്കിലും കൊണ്ടുപോയി ഞങ്ങൾ സഹിച്ചോളാം. ആയിക്കോ, പക്ഷെ എനിക്ക് എന്റെ പൈസ കിട്ടണം. അതൊക്കെ നിനക്ക് തോന്നും. നാളെ ഒരു ആവശ്യം വരുമ്പോ ആരോടെങ്കിലും കടം വാങ്ങേണ്ടി വരുന്ന ഒരു സ്ഥിതി ഉണ്ടായാൽ അത് നാണക്കേടല്ലേ? ആരോടെങ്കിലും പണം കടം വാങ്ങിയിട്ട് അത് സമയത്ത് തിരിച്ചു കൊടുക്കാൻ പറ്റാതെ വന്നാൽ അതിലും വലിയ നാണക്കേടല്ലേ? പണം ധൂർത്തടിക്കുന്നവർക്ക് എപ്പോഴും വരുന്ന അപകടങ്ങൾ ഇതൊക്കെയാണ്. എനിക്കോ നിനക്കോ ഒരിക്കലും ഒരാളുടെ മുന്നിലും തല താഴ്ത്തേണ്ടി വരില്ല. എന്താ ഒറ്റയ്ക്ക് വന്നിരുന്നൊരു ആലോചന? വലുതും കഴിക്കണ്ടേ? ഓ, വിശപ്പ് തോന്നി തുടങ്ങിയില്ല, കുറച്ചുകൂടെ കഴിയട്ടെ. എന്തുപറ്റി? പുള്ളിക്കാരനെ കാണാത്തോണ്ടാണോ? അങ്ങനെയൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ വീട്ടിലാണെങ്കിലും മോഹനയുടെ രാവിലെ പോയാൽ വൈകിട്ടല്ലേ പറ്റുള്ളൂ. സതീഷേട്ടൻ അങ്ങനെയൊന്നുമല്ല. രാവിലെ ഓഫീസിൽ പോയാലും ഉച്ചയ്ക്കുണ്ടാൻ ഇങ്ങോട്ട് വരും. ചോറ് കൊടുത്തുവിടാന്ന് വെച്ചാ സതീഷേട്ടൻ പറയുന്നത് എന്താണെന്നറിയോ? എന്റെ സുഷ്മയെ നിന്നെ കാണുമെന്ന് തോന്നുമ്പോ ഒരു കാരണം ഉണ്ടാക്കി ഞാൻ വരുമല്ലേന്ന്. ചോറ് കൊണ്ടുപോയാൽ എന്ത് കാരണം പറഞ്ഞിങ്ങോട്ട് വരും? അയാൾ ഒരു തരത്തിലാണ് സുഷമ പറഞ്ഞു വിട്ടത്. പിന്നെ സതീഷിന് ആഫീസിൽ പോകാതിരിക്കുന്ന നമ്മൾ വന്നിട്ടൊന്നുമല്ല. ആള് സസ്പെൻഷനില്ല. അതേന്ന് കാറ് വർക്ക്ഷോപ്പിലാണെന്ന് പറഞ്ഞില്ലേ, അതും കള്ളവ. ലോൺ അടയ്ക്കാതെ ഒരു വണ്ടി പിടിച്ചോണ്ട് പോയി. അതേ മോഹനേട്ടാ, ഞാൻ രാവിലെ ചോദിച്ചില്ലേ സതീഷിന് മോഹനേട്ടനെക്കാട്ടിലെ ശമ്പളം കുറവാണല്ലോ, എന്നിട്ടും എത്ര നന്നായിട്ട് അവര് ജീവിക്കുന്നെന്ന്. കാര്യം ഇതാണ്, കടം വാങ്ങി ചെലവാക്കുന്നു.